السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുവേ അനുഗ്രഹിക്കണേ. ജീവിതത്തിൽ ഒരുപാട് ലാഭങ്ങൾ, അനുഗ്രഹങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ലാഭം ഉണ്ടായാലും ഗുണം ഉണ്ടായാലും അത് നമുക്ക് നേട്ടമാണ്, കോട്ടമല്ല. കൂടുതൽ ഗുണമുണ്ടാകുമ്പോൾ ആളുകൾ ചിലര് മസ്ജിദുമായി അകലും, നന്മയുമായി കുറച്ച് വിട്ടുകൊടുക്കും. അപ്പോൾ കിട്ടിയ ലാഭമെല്ലാം നഷ്ടമായി മാറും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നഷ്ടം വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ബന്ധത്തിലും വിവാഹത്തിലും ഒരുപാട് നഷ്ടങ്ങൾ. അതേതായാലും നഷ്ടമാണ്. ആ നഷ്ടങ്ങളെ എങ്ങനെ ലാഭമാക്കാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു വിഷമുണ്ടായാൽ ക്ഷമിക്കും, അത് നല്ലതായി മാറും. മരണം വന്നു, മരിച്ചു, കുടുംബാംഗങ്ങൾ, അടുത്തവർ, ഉറ്റവർ, ആ മരിച്ചാൽ ആ മരിച്ചതിന് ശേഷമുള്ള ജമാഅത്ത് നിസ്കാരങ്ങൾ നഷ്ടമാവുകയല്ല വേണ്ടത്, കിട്ടുകയാണ് വേണ്ടത്. ഇസ്ലാമിന്റെ വേഷം മരിച്ച ഉടനെ ആവുമ്പോൾ വേഷമൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും ഒക്കെ നടക്കുന്ന അവസ്ഥയല്ല വേണ്ടത്. പിന്നെയോ അത് കൃത്യമാകണം. ഒരു നഷ്ടവും തരരുത്, നഷ്ടത്തിന് മേൽ നഷ്ടമാകരുത്. കുട്ടി മരിച്ചുപോയി, കുട്ടിയെ കിട്ടിയില്ല, അപ്പോ അതിന്റെ പേരിൽ ഒരു നഷ്ടവും ഉണ്ടാകരുത്. അതേതായാലും നഷ്ടമാണ്. സ്വഭാവവും സംസാരവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ദീനിനോടുള്ള താല്പര്യവും ഉള്ള കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ഉള്ള കുട്ടികളോടുള്ള സ്നേഹവും ബഹുമാനവും കൂടി ആ നഷ്ടത്തെ നികത്തുകയാണ് നമുക്ക് ആവശ്യം. ഭക്ഷണം കുറച്ച് കുറഞ്ഞു, അപ്പോ നമുക്ക് പട്ടിണിയായി, അല്ലെങ്കിൽ ആരോഗ്യത്തിൽ കുറവ്, രോഗമുണ്ടായി, ഇച്ചുവരെയും പറഞ്ഞു പുറമെടുത്ത് കൂടുതൽ നഷ്ടത്തിലേക്ക് പോവുകയല്ല വേണ്ടത്. മറിച്ച് അതും നല്ലതിനാകണം. അതാണ് ഇസ്ലാം പറഞ്ഞത്. അള്ളാഹു നഷ്ടം നികത്താനുള്ള വകുപ്പൊക്കെ പറഞ്ഞത് ഇബ്ലീസിന്റെ മാർഗത്തിലൂടെ നഷ്ടത്തിന് മേൽ നഷ്ടമാക്കാൻ ഒരിക്കലും സമ്മതിക്കരുത് നമ്മളെ എന്ന് തീരുമാനിക്കണം. അപ്പോ ജീവിതം കുറച്ചുകൂടി ഹാപ്പിയാകും, ജീവിതം കുറച്ചുകൂടി സമ്പന്നമാകും. അടുത്തുള്ളവരും ദൂരെയുള്ളവരും നമ്മളെ കൊണ്ട് സന്തോഷിക്കും, നമ്മളെ കൊണ്ട് ഗുണം ലഭിക്കുന്നവരായി മാറും. അതിന് നമ്മൾ ശ്രമിക്കണം, അതിന് മനസ്സ് മാറണം. ദീനനുസരിച്ച് അല്ലാഹുവേ അനുഗ്രഹിക്കണം. എല്ലാ വിഷമങ്ങളിലും സഹിക്കാനും ക്ഷമിക്കാനും ഗുണമാക്കി മാറ്റാനും അല്ലാഹുവേ അനുഗ്രഹിക്കണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.